ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ചധികം മാസങ്ങളോ കുറച്ച് ആഴ്ചകളായിട്ട് എനിക്ക് മിക്കവാറും മാരുതിയുടെ വണ്ടിയുടെ വീഡിയോസ് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ബ്രസ ഫേസ് ലിഫ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നതാണ് ബലെനോ ഫേസ് ലിഫ്റ്റ് എപ്പോൾ വരും, അതിൻ്റെ ലോഞ്ച് ഡേറ്റ് എപ്പോഴാണ്, വണ്ടി എങ്ങനെയുണ്ട്, അതുപോലെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നൊക്കെ ഉള്ളത്. നമ്മളിതിൻ്റെ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നൊരു മാസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അതിനകത്ത് എന്തൊക്കെ ഡിഫറൻസ് ആണ്, ഇതിൻ്റെ ടെസ്റ്റിംഗ് ഇമേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ പറയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം. ഏതായാലും ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 5-നാണ് ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് ഈ വണ്ടി ഇറങ്ങും. ഇതിനകത്ത് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ ടീസേഴ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. മിക്കവാറും ഓഗസ്റ്റ് അവസാനമൊക്കെ ആകുമ്പോഴേ വരുന്നുണ്ടാവുള്ളൂ. മാരുതിയാണല്ലോ, അവർക്ക് പിന്നെ അത്യാവശ്യം ഒരു ടീസർ കാണിച്ചിട്ട് ബാക്കി പല കമ്പനികൾ ചെയ്യുന്ന പോലെ പ്രത്യേകിച്ചും ചെയ്യാനില്ല. വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ വാങ്ങും. ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഏതായാലും ഇവർ കുറച്ച് കാലമായിട്ട് ഈ വണ്ടി കണ്ടിന്യൂസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ലോഞ്ചിന് കുറച്ച് മുന്നേ ആയിട്ട് ഈ ഒരു പുതിയ സ്പൈ ഷോട്ടും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് റിയറിൻ്റെ ഡിസൈൻ മാത്രമേ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ആദ്യം തന്നെ ബാക്കിൽ നിന്ന് തുടങ്ങാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വലിയ വ്യത്യാസം തോന്നുന്നില്ലായിരിക്കും, എനിക്കും തോന്നുന്നില്ല. കാരണം ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് ആയിക്കോട്ടെ, നമ്മുടെ ബമ്പറിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ മറ്റേ ടെയിൽ ഗേറ്റിൻ്റെ അതായത് ഡിക്കി ഡോർ ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും എക്സാക്ട്ലി സെയിം ആണ്. ഇനി അതല്ലാതെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ഡിഫറൻസ് ഈ വണ്ടിയിൽ പറയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈൻ അവർ കുറച്ചുകൂടി സ്ലീക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അകത്തെ എലമെൻസിൽ അഗൈൻ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹെഡ് ലാംപ്സ് DRLസിൻ്റെ ഒക്കെ പൊസിഷൻ, DRLs ആക്ച്വലി ഇപ്പോൾ മറ്റേ 3 പീസ് യൂണിറ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ പൊസിഷൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് പറയും. പിന്നെ നമ്മുടെ ഗ്രില്ല് അതിലും നല്ല വ്യത്യാസമുണ്ട്. മെയിനായിട്ട് ഈ ഫ്രണ്ടിൽ വ്യത്യാസം പറയാൻ പറ്റുന്നതിൻ്റെ ഗ്രില്ലിൻ്റെ ഡിസൈനിലാണ്. അതിപ്പോൾ ഹെഡ് ലാംപ്സുമായിട്ടങ്ങ് മെർജ് ചെയ്ത് പോകുന്ന രീതിയിലാണ് അവർ ആ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പറിൻ്റെ ഡിസൈനിൽ നമുക്ക് ഫ്രണ്ടിൽ വ്യത്യാസം പറയാം. ഇപ്പം ബ്രസ ഫേസ് ലിഫ്റ്റ് ഒക്കെ കണ്ട സമയത്ത് അതിൻ്റെ അകത്ത് വളരെ മിനിമൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ വണ്ടിയിലും അതുപോലെ തന്നെ ബാക്കിൽ ചേഞ്ചസ് ഒന്നുമില്ല. ഫ്രണ്ടിലാണ് മെയിൻ ചേഞ്ച് വന്നിരിക്കുന്നത്. പക്ഷേ ബ്രസയിൽ കുറച്ചുകൂടെ കൂടുതൽ ചേഞ്ച് നമുക്ക് ബലെനോയിൽ കാണാൻ പറ്റും. അതായത് ഫേസ് ലിഫ്റ്റും പ്രീ ഫേസ് ലിഫ്റ്റും നോക്കുകയാണെങ്കിൽ ബ്രസ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ കേസിൽ ഫേസ് ലിഫ്റ്റും പ്രീ ഫേസ് ലിഫ്റ്റും നോക്കുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഡിഫറൻസ് ഇതിനകത്ത് നോട്ടീസബിൾ ചേഞ്ച് ഉണ്ട്. ഇനി അതല്ലാതെ സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അഗൈൻ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. അലോയ്സൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടികൾ സെയിം ആണ്, പക്ഷേ ഒറിജിനൽ വണ്ടി വരുമ്പോഴേക്കും ചിലപ്പോൾ മാറ്റുമായിരിക്കും. അതല്ലാതെ നമുക്ക് 360 ക്യാമറ, അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ മിറേഴ്സ്, 16 ഇഞ്ച് അലോയ്സാണ് ഇതിനകത്ത് എപ്പോഴും കിട്ടുന്നത്. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ തന്നെ ഉണ്ടാകും. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ബ്രസയിൽ ലെവൽ 1 എഡാസ് മാരുതി സുസുക്കി കൊടുത്ത് കണ്ടു. അതുപോലെ തന്നെ ഈ വണ്ടിയിലും ലെവൽ 1 എഡാസ് ഉണ്ടാവും എന്നുള്ള കുറച്ച് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതുള്ളതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതല്ലാതെ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സിംഗിൾ പെയിൻ സൺറൂഫ് എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഇവർ തന്നെ ഇപ്പോൾ ഡിസൈറിൽ ആ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമുക്ക് വയർലെസ് ഫോൺ ചാർജർ ആയിക്കോട്ടെ, പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറഞ്ഞാൽ 9 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻ്റ് ആണ്. അതിന് പകരം നമുക്ക് ബ്രസയിലും അതുപോലെ വിക്ടോർസിലൊക്കെ കിട്ടിയ പുതിയ 10 ഇഞ്ചസിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഈ വണ്ടിയിൽ കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. സോ അതും കൊള്ളാം. സൈസ് റേഞ്ച് കൂടി, പിന്നെ UI കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടി ബെറ്റർ ആണ് ആ സ്ക്രീനിൽ. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ബ്രസയിലൊക്കെ കിട്ടുന്ന ഒരു കൺട്രോൾ പാനൽ AC യുടെ അതും ഈ വണ്ടിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു മറ്റേ AC യുടെ പാനലാണത്. നമുക്ക് റോട്ടറി നോബ്സും പിന്നെ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ആണ് വരുന്നത്. ബലെനോയിൽ പഴയ കൺട്രോൾസും കുഴപ്പമൊന്നുമില്ല, ഫിസിക്കൽ കൺട്രോൾസ് തന്നെയാണ്. അങ്ങനെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. പിന്നെ ഇതിന് പുറമെ ഈ വണ്ടിയിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. യെസ്, അതും ഈ വണ്ടിയിൽ എക്സ്പെക്റ്റഡ് ആണ്. നമുക്കിപ്പോൾ ബ്രസ ഫേസ് ലിഫ്റ്റിലൊക്കെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിക്കും സെഗ്മെൻറ്റിൽ വേറെ വണ്ടികളൊന്നും ഇല്ല. അത് നമ്മുടെ i20 വരുന്നില്ല, ഈവൻ അൾട്രോസിലും വരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഈ പുതിയ ഫേസ് ലിഫ്റ്റിൽ നിന്ന് അവരത് കൊടുത്തില്ലായിരുന്നു. സോ ഈ വണ്ടിയിൽ വരികയാണെങ്കിൽ ബലെനോ വീണ്ടും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വണ്ടിയാവും. ഒരു കാലത്ത് ഈ വണ്ടി ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ലോഡഡ് തന്നെയായിരുന്നു. 360 ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേയും സാധനങ്ങളൊന്നും ഈ സെഗ്മെൻറ്റിൽ വേറെ വണ്ടികൾക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ പതുക്കെ 360 ക്യാമറയൊക്കെ നമ്മുടെ അൾട്രോസിലും i20 എനിക്ക് ഓർമ്മയില്ല. അതായത് അൾട്രോസിൽ ആ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വണ്ടിയുടെ എക്സ്ക്ലൂസിവിറ്റി ഒക്കെ പതുക്കെ അങ്ങ് പോയി. ഇനിയിപ്പം ബാക്കി സാധനങ്ങളും കൂടെ വരികയാണെങ്കിൽ വീണ്ടും അവർക്ക് എക്സ്ക്ലൂസിവിറ്റി തിരിച്ചു പിടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതല്ലാതെ ഈ വണ്ടിയിൽ മെക്കാനിക്കലി എക്സ്പെക്റ്റഡ് ആണ് ചേഞ്ചസ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇപ്പോൾ ഈ വണ്ടിയിൽ കിട്ടുന്ന K12 N എന്ന് പറഞ്ഞിട്ടുള്ള ഡ്യുവൽ ജെറ്റ് പെട്രോൾ എഞ്ചിനാണ്. 1.2 ആണ്, 90 bhp ആണ് കിട്ടുന്നത്. ആൻഡ് 113 Nm അടുത്ത് ടോർക്ക് ഉണ്ട്. അതിന് പകരം നമുക്കിനി സ്വിഫ്റ്റിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന Z12V എന്ന് പറഞ്ഞിട്ടുള്ള 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അതായിരിക്കും കിട്ടുന്നത് എന്നാണ് പറയുന്നത്. മിക്കവാറും ഇനിയിപ്പോൾ 1.2 പതുക്കെ എല്ലാ വണ്ടികളും തട്ടിയ ഒരു സ്വിഫ്റ്റിൻ്റെ Z12V തന്നെ ആക്കും. സെറ്റ് സീരീസ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. പിന്നെ അതിന് മെയിനായിട്ട് അവരത് ഹൈബ്രിഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന പറഞ്ഞ് ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷേ മൈലേജ് കൂടുതലായതുകൊണ്ട് സ്വിഫ്റ്റിൽ ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട്. ഡിസൈറിലും ഇഷ്ടംപോലെ ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട്. ഈ രണ്ട് വണ്ടികളാണ് നമുക്കിപ്പം ഈ ഒരു എഞ്ചിൻ കിട്ടുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ബലെനോ അതുപോലെ വാഗണർ ആയിക്കോട്ടെ, അങ്ങനെ പല വണ്ടികളും ഉണ്ട്. അതിനകത്തൊക്കെ ഈ ഒരു സാധനം എക്സ്പെക്ട് ചെയ്യാം. ഫ്രോങ്സിലും ഇനി ഏതെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ മിക്കവാറും അവരത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്.
കമ്പാരിറ്റീവ്ലി പവർ കുറവാണ്, 82 bhp അതുപോലെ 111 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്ക് എന്തോ കിട്ടുന്നുള്ളൂ. ആൻഡ് അതല്ലാതെ ഇപ്പോൾ ഡ്രൈവബിലിറ്റി എടുക്കുകയാണെങ്കിൽ ലോ എൻഡിൽ പവർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ സ്വിഫ്റ്റ് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് അത്ര വലിയൊരു പവറൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. മിഡ് റേഞ്ച് ഭയങ്കര ഫ്ലാറ്റാണ്. K2 അത്രയും പെർഫോമൻസ് ഡെഫിനറ്റ്ലി ഈ വണ്ടിക്കില്ല. അതായത് ഫ്രീ റണ്ണിങ് ആയിട്ടുള്ള നേച്ചർ ഈ എഞ്ചിനില്ല. പിന്നെ പണ്ടുണ്ടായിരുന്ന നമുക്ക് ഇഗ്നിസിലൊക്കെ നിർത്തുന്നതിന് മുന്നേ വരെ K12 M എഞ്ചിനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഭയങ്കര ഫ്രീ റണ്ണിങ് ആയിരുന്നു. അത്രയൊന്നും ഫ്രീ റണ്ണിങ് അല്ല ഇപ്പോൾ നമ്മുടെ ഡ്യുവൽ ജെറ്റ് എഞ്ചിൻസ് വരുന്നത്. എൻ്റെ ഒരു ഡ്യുവൽ ഇഞ്ചക്ടർ പെർ സിലിണ്ടറൊക്കെ ഈ മൈലേജ് കൂട്ടാൻ വേണ്ടി തന്നെ ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ഏതായാലും 4 സിലിണ്ടറും 3 സിലിണ്ടർ ആവുന്നതിൻ്റെ ഒരു വ്യത്യാസം വൈബ്രേഷൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബലേനോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ 4 സിലിണ്ടർ വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഓർ ഡീലറിൻ്റെ അടുത്ത് എന്തെങ്കിലും സ്റ്റോക്ക് ബാക്കി ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ എടുക്കാം. ഇനി അതല്ലാതെ ഈ വണ്ടിയിൽ വേറൊരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അണ്ടർബോഡി CNG വരും എന്നുള്ള സംഭവം പറയുന്നുണ്ട്. ഈ വണ്ടിയിൽ അത്രയും താഴത്തെ സ്പേസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ തന്നെ CNGയിൽ AMTയുടെ ഓപ്ഷൻ അവർ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള റൂമേഴ്സും വരുന്നുണ്ട്. അതും കൊടുക്കുകയാണ് വളരെ നല്ലതായിരിക്കും. ടാറ്റയ്ക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കൊടുക്കുന്നതാണ്. ഈ CNG യൂസേഴ്സിന് AMT വേണ്ട എന്നുള്ള ഇത്രയും കാലമുള്ള കമ്പനികളുടെ വിചാരം ശരിക്കും അത്ര നല്ലതല്ലായിരുന്നു. ടാറ്റയായിട്ടാണ് ആ ഒരു സംഭവം മാറ്റിയത്, ഓർ ആ ഒരു ട്രെൻഡ് കൊടുത്തതെന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ ഇവരും കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു നീക്കം തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് പുതിയ ബലേനോ ഫേസ് ലിഫ്റ്റിനെ പറ്റി പറയാനുള്ളത് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. ലോഞ്ച് ഡേറ്റ് ഒന്നുകൂടെ പറയും, സെപ്റ്റംബർ 5-നാണ് ഈ വണ്ടി വരുന്നത്. അപ്പോഴേക്കും ഇതിൻ്റെ പ്രൈസ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും നല്ല ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രോഡക്റ്റ്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മുടെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.